ശരിയാണ്. ഇവൻ എന്റെ അനിയനെ പോലെ, ഇവൻ എന്ത് ഇത് ചെയ്താലും ഞാൻ ഇവന്റെ കൂടെ വെക്കും. നമ്മളിവിടെ ഒരു ഫാമിലി പോലെ ഇത് പോകുന്നത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സായിപ്പിന് ഓൻ ഒരു ഭാര്യയും കുട്ടിയായിട്ട് ഓൻ വേറെ ഒരു ഇതിനും നിൽക്കാണ്ട് ഓന്റെ ഫാമിലി, ഓന്റെ ഗെയിം പ്ലേ അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലാണ്ട് ഓൻ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് അത്രയും ഫീൽ ആയിപ്പോയി. ഞാൻ കാര്യം പറയാം, ഞാൻ ഇന്ന് ഓന്റെ ഭാര്യനോട് അടക്കം സംസാരിച്ചു. ഓക്കെ, സായിപ്പിന്റെ പുള്ളിക്കാര്യം എന്നെല്ലാം പറഞ്ഞാൽ ഒരിക്കലും സായിപ്പ് പറയുന്ന പോട്ടെ, സാഹിബിന്റെ ഭാര്യ ഒരിക്കലും കള പറയില്ല. അങ്ങനെ കള പറയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇതുള്ള പോലെയല്ല. ഇപ്പൊ ഇവരെല്ലാം എന്റെ കൂടെ വന്നത് ഇപ്പോഴാണ് മനസ്സിലായി. സായിപ്പിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അവള് 9ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുള്ള, അതായത് സായിപ്പ് ഒന്നും അല്ലാത്ത സമയത്ത് പച്ചക്കറി വെക്കാൻ പോകുമ്പോൾ സായിപ്പിന്റെ ഒന്നിച്ചു പോകുന്ന അത്രയും ഒന്നും അല്ലാത്ത സമയത്ത് അവന്റെ കൂടെ ഉള്ളത്. ആ പെണ്ണ് കള പറയുന്ന എനിക്ക് ഒരിക്കലും തോന്നില്ല. ഓക്കെ, ഞാൻ സംസാരിച്ച വെച്ചിട്ട് ഇത് കംപ്ലീറ്റ്ലി 100% സായിപ്പിന്റെ ഭാഗത്താണ് ന്യായം. മിസ്റ്റേക്ക് ആദിന്റെ ഭാഗത്താണ്. മിസ്റ്റേക്ക് 100% ആദിന്റെ ഭാഗത്താണ്. അതില് എനിക്ക് ഒരു ഇതും പറയാനില്ല, അതിൽ എനിക്ക് ഒരു ന്യായീകരണവും പറയാനില്ല. ഓക്കെ, അത് നീ തന്നെ പബ്ലിക്കിൽ അത് അപ്പോളജൈസ് ചെയ്യണം. പറ്റും ഒരു സ്റ്റോറി ഇടണം. ഓനെ കുറിച്ച് ഇത് ഇങ്ങനെ ഇതായിപ്പോയി എന്ന് പറഞ്ഞാൽ നീ തന്നെ അത് ഇതാക്കണം.